ഗാന്ധിജിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ദില്ലിയിലെ ബിർള ഹൗസ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെയും പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുമുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ ബിർള ഹൗസിൽ ഗാന്ധി നിരാഹാരമിരുന്നു. ഇവിടെയായിരുന്നു ഗാന്ധിജിയുടെ നിരാഹാര സമരം. മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തിനും വിശ്വാസത്തിനും സംരക്ഷണം ഉറപ്പാക്കും എന്ന തീരുമാനം വന്നപ്പോഴാണ് ഗാന്ധിജി ആ സമരം അവസാനിപ്പിച്ചത്. അതേ സമഗ്രതയിൽ, അതേ സൂക്ഷ്മതയിൽ, അതേ സാന്ദ്രതയിൽ അദ്ദേഹത്തിന് ലോകത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി പറയുവാൻ കഴിയുമായിരുന്നു. കാരണം ഗാന്ധി പരിണമിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഗാന്ധി ഇന്നലത്തെ ഗാന്ധി അല്ല ഇന്നത്തെ ഗാന്ധി. 1940-കൾക്ക് മുമ്പിലുണ്ടായിരുന്ന ഗാന്ധി അല്ല 1940-കളിലെ ഗാന്ധി. ഞാൻ സനാതന ഹിന്ദു ആയിരുന്നു എന്ന് 1930-കളിലോ 35-ലോ പറഞ്ഞിരുന്ന ആ അർത്ഥമല്ല ഗാന്ധി 1940-കൾക്ക് ശേഷം ഞാൻ സനാതനി ആണ് എന്ന് പറയുമ്പോൾ. അപ്പോഴേക്കും അദ്ദേഹം ഹിന്ദു മതത്തിൻ്റെയൊക്കെ ചട്ടക്കൂടിൽ നിന്ന് എത്രയോ പരിണമിച്ച് വലുത് പുറത്തേക്ക് പോയിരുന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയം കൊണ്ട് നമ്മളെല്ലാവരും സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ്. പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. ലോകത്തിന് മുന്നിൽ നമ്മൾ ഒന്നായിരിക്കണം. ഇതായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശം. ആ ഗാന്ധിക്ക് നേരെയാണ് മതഭ്രാന്തനായ നാഥുറാം ഗോഡ്സെ ഇവിടെ വെച്ച് നിറയൊഴിച്ചത്.